അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. വെൽക്കം ടു കീർത്തന സുബ്രഹ്മണ്യൻ ഇൻ വണ്ടർലാൻഡ് ഫ്രാൻസ്. അപ്പോൾ അന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടന്റ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, വേറെ ഒന്നുമല്ല, മാർക്ക് റിവീലിംഗ് ആണ് ഫ്രണ്ട്സ്. കാരണം ഞാനിപ്പോൾ കോളേജിലാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ആയിട്ട് എക്സാം എഴുതിയിട്ട് കോളേജിൻ്റെ ഇൻ്റർണൽ എക്സാം. അപ്പോൾ അതിൻ്റെ മാർക്ക് കിട്ടിയിട്ട് ഫ്രണ്ട്സ്, ഇന്നലോടുകൂടി എല്ലാം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മാർക്ക് റിവീലിംഗ് ആണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ കുറേ ദിവസം ഇങ്ങനെ ആലോചിക്കുന്നു മാർക്ക് റിവീലിംഗ് ചെയ്യണമെന്ന് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ പേപ്പേഴ്സൊക്കെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ എന്താ മാർക്ക് ഞാൻ ഹാപ്പിയാണ് എൻ്റെ മാർക്കിലൂടെ. കാരണം ഫസ്റ്റ് എക്സാമാണ്, ഇൻ്റർണൽ എക്സാമാണ്, അതിന് എനിക്ക് കിട്ടിയ മാർക്ക് ഞാൻ നല്ല ഹാപ്പിയാണ്. പ്രതീക്ഷയായിട്ട് കുറേ മാർക്ക് കിട്ടിയതുണ്ട്. ചിലത് കുറച്ചും കൂടി നോക്കാവുന്നുണ്ട്, ചിലത് ഓക്കെ അങ്ങനത്തെ. എന്നാൽ ഞാൻ ഹാപ്പിയാണ് ഫ്രണ്ട്സ്. എനിക്ക് എല്ലാ മാർക്കും ഇഷ്ടമായി. എല്ലാവരും വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ്. എല്ലാവരും പറഞ്ഞു നല്ല മാർക്കാണ്. അപ്പോൾ ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സ്. അമ്മയ്ക്കും അച്ഛനും ചേട്ടനൊക്കെ ഹാപ്പിയായി, അപ്പോൾ ഞാനും ഹാപ്പിയായി. അപ്പോൾ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങൾക്ക് മാർക്കൊക്കെ കിട്ടിയോ എന്ന് നിങ്ങൾക്ക് കമൻസിൽ പറയാം കേട്ടോ. പിന്നെ എന്താ പറയുക, എല്ലാ പ്രാവശ്യം ഇങ്ങനെ വീഡിയോസിൻ്റെ ഇടാറുണ്ടല്ലോ, മാർക്ക് റിവീലിംഗ് ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മെയിൻ എക്സാം, എൻ്റെ കോളേജിൻ്റെ ഫസ്റ്റ് ഇൻ്റർണൽ എക്സാമാണ്. അപ്പോൾ അതിൻ്റെ മാർക്ക് കിട്ടുന്നത് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ മാർക്ക് കിട്ടി. നമുക്ക് എന്തൊക്കെയാണ് എത്ര മാർക്കെന്ന് പറയാം. വേഗം തന്നെ തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ചാനൽ കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെല്ല ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്താം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻസ് ഫസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എൻ്റെ വീഡിയോസ് കാണാം. പിന്നെ നിങ്ങൾ കമൻസിലൂടെ പറയും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാംസ് എന്നൊക്കെ. പിന്നെന്താണ്, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലിയായിട്ട്. പിന്നെ എല്ലാവരും കമൻസിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീട്ടിലിട്ട് പോകാം. അപ്പോൾ എന്താണ്, എനിക്ക് 6 സബ്ജക്ട്സാണ് കേട്ടുള്ളത്. ഞാൻ എടുത്തത് BA ഇംഗ്ലീഷാണ്. BA ഇംഗ്ലീഷിൽ എന്താണ്, എനിക്ക് 2 ഇംഗ്ലീഷാണ്. അത് AC ഉണ്ട്, പിന്നെ മേജർ ഉണ്ട്. ഇത് രണ്ടുമാണ് ഇംഗ്ലീഷ് ഭാഗമായിട്ട് വരുന്നത്. പിന്നെ മൈനറായിട്ട് 2 ഉണ്ട്. ഞാൻ മൈനർ എടുത്തേക്കുന്നത് ജേർണലിസമാണ്. നമുക്കത് സെപ്പറേറ്റ് ആയിട്ടല്ല, എന്ന് വെച്ചാൽ എല്ലാം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട്. മറ്റേ രണ്ടുമാണ് നമ്മുടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. മറ്റേത് എന്താണ്, എല്ലാവരുമായിട്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മിക്സ് ആയിട്ടാണ് നമ്മളത് വരുന്നത് കേട്ടോ ഫ്രണ്ട്സ്. മൈനർ ആണെങ്കിലും MDC ആണെങ്കിലും. അപ്പോൾ അത് ഞാൻ രണ്ടും എടുത്തേക്കാണത് ഇൻറ്റഗ്രേറ്റഡ് മീഡിയം, ഇലക്ട്രോണിക് മീഡിയം ആണ് കേട്ടോ. അപ്പോൾ അതും പിന്നെ MDC ആയിട്ട് BBA ആണ്. അപ്പോൾ അതുണ്ട്. പിന്നെ ഹിന്ദി, അത് പിന്നെ കോമൺ ആയിട്ട് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആവുമല്ലോ. എനിക്ക് ഹിന്ദി ഇഷ്ടം നിങ്ങൾക്ക് അറിയാമല്ലോ. അതും. അപ്പോൾ ഇതാണ് എൻ്റെ മാർക്ക് സബ്ജക്ട്സൊക്കെ. അപ്പോൾ നമുക്ക് മാർക്സ് ഒരു തന്നെ നോക്കാം. അപ്പോൾ ഞാൻ ഓർഡർ ആയിട്ട് തന്നെ വെച്ചാൽ ഓൾറെഡി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വെച്ചപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ വെക്കുക, കാണിക്കാം, മാറ്റി ചെയ്യണ്ട. ഈ ഓർഡറിൽ തന്നെ ഞാൻ കാണിച്ചു തരാം മാർക്ക് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയുന്നത്, ഞാനൊരു ഭയങ്കരമായിട്ട് പഠിപ്പിക്കുന്ന കുട്ടിയൊന്നുമല്ല. പക്ഷേ എനിക്ക് അറിയുന്നത് ഞാൻ എഴുതും കേട്ടോ. ഇപ്രാവശ്യം ഇതിൽ നല്ല മാർക്ക് കിട്ടിയത് ഞാൻ ഹാപ്പിയാണ്. പിന്നെന്താണ്, അപ്പോൾ എന്താ പറയുക, എൻ്റെ മാർക്സൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയാം. ഞാൻ ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെയാണ്, എന്നാലും ഞാൻ പ്രതീക്ഷയോടെ നല്ല മാർക്കൊക്കെ കിട്ടിയതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് മേജർ ഇംഗ്ലീഷാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ മേജർ ഇംഗ്ലീഷ്. അപ്പോൾ മേജർ ഇംഗ്ലീഷിൽ എനിക്ക് ഇപ്പോൾ 70ലാണ് കേട്ടോ ഫ്രണ്ട്സ്. 70ലും ഉണ്ട്, 50ലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മേജർ 70ലാണ്. അതിൽ എനിക്ക് 54.5 കിട്ടിയേക്കണത് കേട്ടോ. 54.5 കിട്ടുന്നത്. 54.5 എന്ന് പറയുമ്പോൾ 55 ഓൾറെഡി ആക്കും കേട്ടോ. എഴുതുമ്പോൾ അങ്ങനെയാണ് 54.5 ഇതിൽ എഴുതുന്നതെങ്കിൽ മറ്റേ മെയിനായിട്ട് നമ്മൾ ടീച്ചർ ഇങ്ങനെ ചെക്ക് എഴുതുമല്ലോ ബുക്കിൽ, 55 തന്നെയാണ്, അത് ആക്കും. അങ്ങനെ ഇതിൽ പറഞ്ഞില്ലെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 55 ആണെങ്കിൽ 70ൽ കിട്ടിയേക്കണം മേജറിൽ. ഞാൻ ഹാപ്പിയാണ് ഫ്രണ്ട്സ്. ഇതിൽ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ അങ്ങനെ ടീച്ചർ പറഞ്ഞു അത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ടോപ്പ് ഞാൻ കേട്ടോ, എൻ്റെ ഇതിൽ ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ എഴുതാൻ പറ്റട്ടെ. പിന്നെന്താണ്, മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ എന്താ പറയുക, എല്ലാം എഴുതിയിട്ടുണ്ട്. മിസ്സ് പറഞ്ഞ് നല്ലപോലെ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി എഴുതാമായിരുന്നു ചില കാര്യത്തിന്, കുറച്ചും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ essay ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടിയും എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി മാർക്ക് കിട്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലെന്നാണ് മിസ്സും പറഞ്ഞത്, നന്നായി എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ നല്ല സന്തോഷമായി. പിന്നെന്താണ്, ഇതൊക്കെയാണ് മെയിനായിട്ട്. നല്ലപോലെ മാർക്ക് ഒന്നും പറഞ്ഞില്ല, നന്നായി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്ക് കേട്ടോ. 54.5 55 കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ ഇതാണ് ഫസ്റ്റ് വൺ. അപ്പോൾ സെക്കൻഡ് വൺ ആണത് AC ആണ് കേട്ടോ. അപ്പോൾ AC ഇംഗ്ലീഷാണ്. അപ്പോൾ ഇതിൽ എനിക്ക് കിട്ടിയേക്കണത് ഇത് 50ലാണ് കേട്ടോ, 50ലാണ്. അപ്പോൾ എന്താണ്, 70ലുള്ളത് 2 മണിക്കൂറും 50ലുള്ളത് 1.5 മണിക്കൂറാണ് കേട്ടോ. അപ്പോൾ മാർക്കൊക്കെ എന്ന് വെച്ചാൽ ഇംഗ്ലീഷൊക്കെ കുറേ എഴുതാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ടൈമൊക്കെ മാറ്റിയില്ലോ ഫ്രണ്ട്സ്. അപ്പോൾ ഭയങ്കരധികം ടെൻഷനിലേക്കാണ്, പക്ഷേ എഴുതാൻ പറ്റിയിട്ടോ ഫ്രണ്ട്സ്. എല്ലാം സമയത്തിനുള്ളിൽ തന്നെ എഴുതാൻ പറ്റി, ഹാപ്പിയാണ്.
അപ്പോൾ എന്താണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് 50 എനിക്ക് 36.5 ആണ് കേട്ടോ. 36.5 ഫസ്റ്റ് ടു 21.5 പ്ലസ് 15 കൂടി ആഡ് ചെയ്തിട്ടാണ് 36.5 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 36.5 എന്ന് പറഞ്ഞാൽ 37 ആണ് കേട്ടോ ഫ്രണ്ട്സ് 50യിൽ കിട്ടിയിരിക്കുന്നത്. ഞാൻ ഹാപ്പിയാണ് ഇതിൽ പറയുന്നത് മെയിനായിട്ട് ഞാൻ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ കുറച്ചും കൂടി എസ്സേ ഭാഗം കുറച്ചും കൂടി ഇതുണ്ടായിരുന്നു ഇനി മാർക്ക് കിട്ടിയാൽ. പിന്നെ മറ്റേ ഫസ്റ്റ് എല്ലാം സെക്ഷനൊക്കെ ഓക്കെ ആയിരുന്നു, സെക്കൻഡ് സെക്ഷനും കുഴപ്പമില്ല. എസ്സേ കുറച്ചുകൂടി എഴുതാനായിരുന്നു, അപ്പം എനിക്ക് എന്തായാലും കുറച്ചുകൂടി മാർക്ക് കിട്ടിയാനേ. പിന്നെ അങ്ങനെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് എഴുതിയാൽ നല്ല മാർക്ക് കിട്ടും കേട്ടോ. എന്നുവെച്ചാൽ ഇത് മോശമല്ല, ഇനിയും മാർക്ക് കിട്ടുന്നു ഉദ്ദേശിച്ചു കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് കിട്ടുകയാണ് 37 ആണ് കേട്ടോ 50യിൽ AEC. അപ്പോൾ അതായില്ലേ തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻറ്റിഗ്രേറ്റഡ് മീഡിയ ആണ് കേട്ടോ ഫ്രണ്ട്സ്. അതിൽ മൈനർ 2 ആണ് കേട്ടോ. മൈനർ 2 ആണ് ഇൻറ്റിഗ്രേറ്റഡ് മീഡിയ ഫ്രണ്ട്സ്. അപ്പോൾ ജേർണലിസത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഫ്രണ്ട്സ്. രണ്ടും ഇൻറ്റിഗ്രേറ്റഡ് മീഡിയയും ഇലക്ട്രോണിക് മീഡിയയും ജേർണലിസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൽ എന്താണ് 70 കേട്ടോ ഫ്രണ്ട്സ് ഇതും മാർക്ക്. ആൻഡ് 70ലേക്ക് കിട്ടിയേക്കുന്നത് 40.5 ആണ് കേട്ടോ. 40.5 എന്ന് വെച്ചാൽ 41. അപ്പോൾ ഇത് ഞാൻ ഹാപ്പി തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ്. എന്നുവെച്ചാൽ ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ച് എഴുതി, ചിലത് ഉണ്ടാക്കി എഴുതി, ചിലത് നോക്കി എഴുതി, അങ്ങനെ എന്നുവെച്ചാൽ പഠിച്ചാൽ അതുപോലെ തന്നെ എഴുതി അങ്ങനെ. എന്നിട്ട് ടീച്ചർ മിസ് പറഞ്ഞു തന്നെ നന്നായി എഴുതിയിട്ടുണ്ട്, കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ നല്ല മാർക്ക് കിട്ടും എന്ന് പറഞ്ഞു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ചുകൂടി നന്നായി ശ്രദ്ധിച്ചാൽ എഴുതിയെങ്കിൽ എനിക്ക് കുറേ മാർക്ക് ഇനിയും കിട്ടും, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും കുഴപ്പമില്ല. ആൻഡ് ഫസ്റ്റ് സെക്ഷനൊക്കെ നല്ല എളുപ്പമായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും 70യിൽ 41 ആണ് കിട്ടിയേക്കണത് ഇൻറ്റിഗ്രേറ്റഡ് മീഡിയ മൈനർ 2 കിട്ടും. അപ്പോൾ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ മാർക്ക് നിങ്ങൾ കമൻസിൽ പറയട്ടെ, ഏതാ സബ്ജക്റ്റ് അതിൻ്റെ മാർക്ക് എന്നൊക്കെ നിങ്ങൾ പറയാം, ടോട്ടൽ എത്ര കിട്ടിയെന്നൊക്കെ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇതാണ് ഫ്രണ്ട്സ് എൻ്റെ മൈനർ 1 എന്താണ് ഇലക്ട്രോണിക് മീഡിയ ആണ് കേട്ടോ ഫ്രണ്ട്സ്. അതിലെനിക്ക് 70, അതും ഇതാണ് 70ൽ എനിക്ക് 44 ആണ് കിട്ടിയേക്കുന്നത് കേട്ടോ. ഞാൻ ഹാപ്പി തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷ പോലെ നല്ല മാർക്കുണ്ട്. ഞാൻ ഇതിനോട് കുറയുന്നതാണ് വിചാരിച്ചത്, പക്ഷേ നല്ല മാർക്ക് കിട്ടിയപ്പോൾ നല്ല ഹാപ്പി. എല്ലാവർക്കും അങ്ങനെ കേട്ടോ. ഹിന്ദി വെച്ച് ബാക്കിയുള്ളത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ മറ്റേതൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, എത്ര മാർക്ക് കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് മാർക്ക് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി. പിന്നെ കുറച്ചും കൂടി ശ്രദ്ധിച്ചെങ്കിൽ ആ 2-3 ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി, അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നല്ല മാർക്കാണ്. ഇതിലും ഫസ്റ്റ് സെക്ഷനൊക്കെ നല്ലപോലെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതാണ് 70യിൽ 44 ആണ് എനിക്ക് ഇലക്ട്രോണിക് മീഡിയ മൈനർ 1 കിട്ടിയേക്കുന്നത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആണ് MDC ടു ഫ്രണ്ട്സ്. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് ഫ്രണ്ട്സ്. ഹിന്ദീന് പോലും ഇത്ര മാർക്കില്ല. ഞാൻ ഇപ്പോൾ വിട്ടു. ഹിന്ദിയിലേക്ക് ചെറുതായിട്ട് കുറേ എനിക്ക് അറിയാമായിരുന്നു, ചെറിയൊരു കൺഫ്യൂഷൻ ആ ഒരു ഫസ്റ്റ് സെക്ഷനിൽ ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഉറപ്പായിരുന്നു. എന്ന് വെച്ചാൽ മാർക്ക് മോശമല്ല, കുറച്ച് കുറയുന്ന എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ MDC എനിക്ക് മാർക്ക് എത്ര കിട്ടുമെന്ന് പോലും എനിക്കറിയണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ മോശം മാർക്ക് വരുന്നല്ല, എന്നാലും ഭയങ്കര വലിയ മാർക്ക് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതെല്ലാം മാറ്റി എനിക്ക് മാർക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് ഇത്രയും മാർക്ക് ഇടുന്നത്. MDC എൻ്റെ എൻ്റെ BB ആണ് കേട്ടോ ഫ്രണ്ട്സ്. എനിക്ക് 50ൽ 45 ആണ് കേട്ടോ ഫ്രണ്ട്സ് കിട്ടിയത്. സത്യം പറയുന്നത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി, കാരണം എനിക്ക് ഒട്ടും അറിയണ്ടായിരുന്നു ഇത്രയും മാർക്ക് കിട്ടുമെന്ന്. ഞാൻ അങ്ങനെ നോക്കിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. എനിക്ക് നല്ല ടീച്ചർ നല്ല സന്തോഷത്തിലായിരുന്നു, നല്ല സന്തോഷം എനിക്ക് നല്ല സന്തോഷമായി മാർക്ക് കിട്ടിയപ്പോൾ. അപ്പം എന്താ ഇതിൽ മെയിനായിട്ടൊന്നുമില്ല, എല്ലാം എഴുതിയിട്ടുണ്ട് മിസ്സ് പറഞ്ഞു. പിന്നെ ജസ്റ്റ് ഒന്ന് 2-3 ചെറിയ മിസ്റ്റേക്സ് അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് 50ൽ 45 കിട്ടിയത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ BBAക്ക് 50ൽ 45 ഫ്രണ്ട്സ്. ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഈ BB എഴുതുന്നത് ഫ്രണ്ട്സ്. ഞാൻ എഴുതി BB അങ്ങനത്തെ എക്കണോമിക് ടൈപ്പ് ഈ ബിസിനസ് ടൈപ്പിനൊന്നും എഴുതിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് എഴുതുന്നത്. അതിൽ മാർക്ക് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിട്ട് ഫ്രണ്ട്സ്. 50ൽ 45 കിട്ടിയപ്പോൾ നല്ല ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ അതാണ് നമ്മുടെ 5th വൺ കേട്ടോ. 5th എൻ്റെ ഏറ്റവും അടുത്ത് വരുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ് ഹിന്ദി. അത് പിന്നെ അവർക്കറിയാലോ. അപ്പോൾ അതിൽ ഞാൻ ഹാപ്പി തന്നെയാണ്. 4 കുറച്ചും കൂടി നോക്കിയെങ്കിൽ നല്ല മാർക്ക് കിട്ടിയാൽ ജസ്റ്റ് ആ ഒരു 1 വേർഡിൽ 2-3 ചെറുതായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, ആ ഒരു 1 വേർഡ്. അതുകൊണ്ട് മാത്രമാണ്, ബാക്കിയൊന്നും എനിക്ക് കുഴപ്പമില്ല കേട്ടോ ഫ്രണ്ട്സ്. എനിക്ക് ഇത് കിട്ടിയത് 50ൽ 40, 39 പറയുമ്പോൾ 40 ആക്കി കേട്ടോ. അപ്പോൾ 50ൽ എനിക്ക് 40 ആണ് കിട്ടിയേക്കുന്നത്, 39 അപ്പോൾ 40 ആക്കി. അപ്പോൾ 50ൽ 40 കിട്ടി, ഹാപ്പി തന്നെയാണ് ഞാൻ. മോശമൊന്നുമല്ല. 4 കുറച്ചും കൂടി 1 വേർഡ് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എന്ന് വെച്ചാൽ ഫുള്ളല്ല നമ്മൾ ഇതിനെ എഴുതിയ അനുസരിച്ചാണല്ലോ ബാക്കിനെ കിട്ടുക. എസ്സേ ആണെങ്കിലും മറ്റു സംഭവമാണെങ്കിലും നമ്മൾ നോക്കി എഴുതിയ അനുസരിച്ചാണല്ലോ കിട്ടുക. 1 വേർഡ് ഒന്ന് 2-3 എണ്ണം മാത്രം, അപ്പോൾ ഒരു 45ൻ്റെ അടുത്തെത്തിയത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ് എന്നാലും. അപ്പോൾ എന്തായാലും ഹിന്ദിയിൽ എനിക്ക് 40 കിട്ടും ഫ്രണ്ട്സ്. 50ൽ ഞാൻ ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ ഇതാണ് 6 മാർക്കിൻ്റെ 6 സബ്ജക്റ്റിൻ്റെ മാർക്ക് കിട്ടും ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് ഞാൻ ഹാപ്പിയാണ്.
പേഴ്സണെല്ലാം നോക്കുമ്പോൾ എനിക്ക് നല്ല മാർക്കുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അമ്മേച്ചനും പറഞ്ഞു, ചേട്ടനും പറഞ്ഞു നല്ല മാർക്കുണ്ട്, ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നല്ല ഹാപ്പിയാണ്. അപ്പം നിങ്ങളുടെ എങ്ങനെയുണ്ട്? ഇപ്പം നല്ലപോലെ നിങ്ങൾക്ക് നല്ല ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, അടുത്ത എക്സാം നിങ്ങൾക്ക് നല്ലപോലെ മാർക്ക് എന്തായാലും കിട്ടും. അപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ സെം എക്സാം വരാണ് ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ ഇൻ്റർണൽ എക്സാം 6-ാം തീയതി, ഒക്ടോബർ 6-ാം തീയതി തൊട്ട് എന്താണ് 13-ാം തീയതി, ഒക്ടോബർ 13 എഴുതി വെച്ചിട്ട് ടൈമിൽ അത് നോക്കി കേട്ടിരിക്കണം. ഞാൻ ഇടയ്ക്ക് എന്താണ് 13-ാം തീയതി വരായിരുന്നു എൻ്റെ എന്താണ് ഇൻ്റേണലിൻ്റെ ടൈം ടേബിൾ കേട്ടോ ഫ്രണ്ട്സ്. ആ ഒരു ഇതിലായിരുന്നു എന്താണ് എക്സാം നടന്നിരുന്നത്. അപ്പോൾ അങ്ങനെയാണ്. ഇനിയിപ്പോൾ സെം എക്സാം വരാൻ പോകണം ഫ്രണ്ട്സ്, ഒക്ടോബർ 31 തൊട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നാളെ തൊട്ട് സ്റ്റഡി ലീവാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പഠിക്കണം ഇനിയും. ആൻഡ് മെയിൻ എക്സാം ഉണ്ട് ഫ്രണ്ട്സ് സെമ്മ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ലപോലെ എക്സാം എഴുതാം, മെയിൻ എക്സാംസും എല്ലാ എക്സാം നല്ലപോലെ എഴുതാം, നല്ലപോലെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു വരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. സോ അടുത്തൊരു അടിപൊളി വീഡിയോ ഞാൻ ഇനി വരാം. സോ ബൈ, ലവ് യു ഓൾ.